ഈ ഫീൽഡ് ഇന്ന് നിയന്ത്രിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടവരല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമാണ് ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നത്. സിനിമാ പ്രവർത്തകർ എന്നോ സിനിമ സെറ്റ് എന്നോ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അത് കാണാനും അല്ലെങ്കിൽ ആ സെറ്റിലെ കാഴ്ചകൾ, പ്രത്യേകിച്ച് നടന്മാരെയും നടികളെയും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാണുന്നതും ഒരു അത്ഭുതം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയാലും ശരി എങ്ങനെയെങ്കിലും അന്നൊക്കെ അവിടെ എത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കഞ്ചാവ്, വെള്ളമടി, മറ്റു പല വേണ്ടാരീതികളുമാണ്. അത് അങ്ങനെ ആയതാണോ അതോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ അങ്ങനെ ആക്കിയതാണോ? ആ സിനിമ ഏകദേശം തീരാറായി. ഇനി ചിലപ്പോൾ 1-2 ദിവസം കൂടെ അതിൻ്റെ ഷൂട്ടിംഗ് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വർക്കുകൾ കിടക്കുന്നു. അപ്പോൾ ഇയാളെ അവർക്ക് ആവശ്യമുണ്ട്. ഇയാളില്ലാതെ സിനിമ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇയാൾ എന്തെങ്കിലും അറസ്റ്റിലാവുകയോ മറ്റോ ചെയ്താൽ ആ സിനിമയുടെ ഭാവി ചിലപ്പോൾ അനിശ്ചിതത്വത്തിലാവും. ഇതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞ വിൻസി അലോഷ്യസ് ആണ് ഇപ്പോൾ കുരിശ് കയറിയിരിക്കുന്നത്. ഇന്നലെയാണോ 2 ദിവസം മുമ്പാണോ ഇതേ ചർച്ചയിൽ സജി നന്ദിയായിട്ട് പറഞ്ഞത് എന്താണ്? വിൻസി അലോഷ്യസിനെ സംരക്ഷിക്കും. ആര് സംരക്ഷിക്കും? എവിടെ സംരക്ഷിക്കും? എങ്ങനെ സംരക്ഷിക്കും? ഏത് സംഘടനയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും? അതായത് ഇനി നോക്കണം, ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അത് ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോക്കസിലേക്ക് അത് മാറിക്കഴിഞ്ഞു. 1. 2, ഇന്ന് ജാമ്യം കിട്ടി ഇയാൾ പുറത്തിറങ്ങിയ ഉടനെ ഇയാളുടെ അപ്പനും അനിയനും എല്ലാം അവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ അപ്പൻ പറഞ്ഞതായിട്ടൊരു വാചകം കേട്ടു. ആൺകുട്ടികളല്ലേ, അവർ ലഹരി ഉപയോഗിക്കും, പെണ്ണ് പിടിക്കും, അതിനാർക്കാണ് ഇത്ര കുഴപ്പമെന്ന്. അനിയൻ പറയുന്നു എന്താണ്, ഞാനും കിടന്നിട്ടുണ്ട്, എവിടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്നിട്ടുണ്ടോ എന്നൊരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഇയാളുടെ അനിയൻ പറയുകയാണ്, അവിടെയല്ല, ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്, അതായത് തലയ്ക്ക് ഡ്രഗ് അടിച്ച് തലയ്ക്ക് ഓളമായി ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കി 10 ദിവസം അവിടെ കിടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് ഏതൊരു സിനിമയിൽ സലീംകുമാർ പറയുന്ന പോലെ മൊത്തം കൂതറകളാണ്. അതാണ് ഇന്ന് നടന്ന സംഭവം. അതാണ് കാരണം ഇത് വീട്ടിൽ അപ്പനാണെങ്കിലും ശരി, അനിയനാണെങ്കിലും ശരി, ആരാണെങ്കിലും ഒരു പയ്യൻ അവൻ വഴിതെറ്റിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം അവരവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അഴകുഴമ്പൻ ന്യായങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരുത്തനെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി രക്ഷിക്കാൻ നടക്കുന്നത്. ഇപ്പോൾ അമ്മയും അപ്പനും അനിയനും എല്ലാം കൂടി ചേർന്ന് ഇപ്പം രക്ഷിക്കാൻ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ്. ഈ കേസ് മിക്കവാറും നേരത്തെ നമ്മുടെ അഭിഭാഷകനും അതേപോലെ തന്നെ ജോർജ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും ചെന്നെത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഇന്ന് സമൂഹത്തിൽ പിടികിട്ടാപ്പുള്ളിയായി നിറഞ്ഞു കവിഞ്ഞു. അതിന് സിനിമയും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് സംസാരം. ഇതൊക്കെ കുറച്ച് ഉണ്ടെങ്കിലേ വിലയുള്ളൂ എന്ന ചിന്തയാണ് ഇന്നത്തെ സമൂഹത്തെ ഇതിലേക്ക് വലിച്ചിടുന്നത്. സിനിമ എന്നത് കോടികളുടെ ബിസിനസ്സാണ്. അവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. ആരെങ്കിലും ഇനി വിളിച്ചു പറഞ്ഞാലോ അവരുടെ സിനിമാ ചാൻസുകൾക്ക് തീരുമാനവുമായി. അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലകളിൽ നടക്കുന്ന എന്തും ആരും പുറം ലോകത്ത് പറയാത്തത്. ഞാൻ എല്ലാം പറയുമെന്ന് വെല്ലുവിളിച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ പലരും ഇന്ന് സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. സംവിധായകൻ വിനയൻ, ബൈജു കൊട്ടാരക്കര, നടി പാർവതി തുടങ്ങിയ പ്രശസ്തരായവരും അല്ലാത്തവരും ഇതിൽപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. അവരെയൊക്കെ തേടി ചാൻസുകളും വരുന്നു. ഇന്നിപ്പോൾ വിൻസി അലോഷ്യസ് ആണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ ആർക്ക് പോയി? വിൻസി അലോഷ്യസിന് പോയി. കിട്ടേണ്ടിയിരുന്ന ചാൻസുകളെല്ലാം വെള്ളത്തിലാകും. കൂടെ ഉണ്ടാകും, സംരക്ഷിക്കും എന്നെല്ലാം പറയാൻ ആളുകളുണ്ടാകും. എന്നാൽ ആരും സംരക്ഷിക്കില്ല എന്നത് സത്യമാണ്. അതിനൊക്കെ ഉദാഹരണമായി പല സംഭവങ്ങളും സിനിമാ ഫീൽഡിലുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഗോപീഷൻ, ഈ സിനിമ ലൊക്കേഷനുകളിൽ ഇതിൻ്റെ വേര് വളരെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒരുപാട് സിനിമകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രയും 10-100 പടങ്ങൾ ഇപ്പോഴും റിലീസിന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിനിമകൾ, എവരുടെ സിനിമകളുണ്ട്, ആ സിനിമകളുടെ സംവിധായകരാര്, ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആര്, അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ ആര്, ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സജീവത്തേട്ട് മുമ്പേ പറയുന്നത് കേട്ടോ, 3 ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു,
ആ 3 ഫോൺ മേടിച്ചത് പരിശോധിച്ചൂടെ പോലീസിന്? ശരിയാണ്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതി 4 ഫോൺ ഉപയോഗിച്ചിരുന്നു. ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനെ എതിർത്ത ഒരാളാണ് ഈ സജി അന്ത്യാട്ട്. അദ്ദേഹമാണ് പറയുന്നത് ഇപ്പോൾ ഈ 3 ഫോണുണ്ട്, ഈ 3 ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടുമെന്ന്. ഇന്നലെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടി, സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി, അവിടുന്ന് ആരുടെയോ ഒരു ബൈക്കിന് കൈ കാണിച്ച് ലിഫ്റ്റ് മേടിച്ച് അവിടുന്ന് പോയി വേറെ വണ്ടി എടുത്ത് നേരെ പൊള്ളാച്ചി പോയിട്ട് തിരിച്ചു വന്ന ഷൈൻഡോ ചാക്കോടാ പറയുന്നത്. ഈ പറയുന്ന 3 ഫോണുകളും എടുത്ത് പോലീസിനെ പരിശോധിച്ചൂടെ? പക്ഷേ കേരള പോലീസോ കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളോ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഇതിൻ്റെ വേരുകൾ കണ്ടെത്താനാവും. ഇത് കണ്ടെത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കേസാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കഞ്ചാവ് കേസുകളും അതേപോലെ തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പല രാജ്യങ്ങളിലും, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിക്കേണ്ട ഒരാളാണ്. ഇപ്പോൾ കാനഡയിലാണെങ്കിലും അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലാണെങ്കിലും ഒക്കെ ഈ കഞ്ചാവ് ഇപ്പം നിയമവിധേയമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇത് കൃഷി ചെയ്യാനുള്ള അനുമതി പോലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആസാമിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇവിടെയൊക്കെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അവരെ കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ വ്യാപനം വളരെയധികം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഈ ആളുകൾ ഇതിൻ്റെ ഈ ഗുണം കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പണം കിട്ടാൻ വേണ്ടി വീടിൻ്റെ ടെറസിൽ ഇത് കൃഷി ചെയ്യുന്നു, പറമ്പിൽ കൃഷി ചെയ്യുന്നു, വാടക വീടെടുത്ത് അവിടെ പോലും കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രത്തോളം ആഴത്തിൽ ഇതിൻ്റെ വേരുകൾ കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിൽ. ഈ ഫീൽഡ് ഇന്ന് നിയന്ത്രിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടവരല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമാണ് ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെടുന്നവരെ കാര്യസാധ്യതയ്ക്ക് മാത്രമായി ഉപയോഗിക്കുന്നു. അവിടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് ഒരു സ്ഥാനവുമില്ല. മയക്കുമരുന്നുകളുടെയും ലഹരി പാർട്ടികളുടെയും മദ്യക്കുപ്പികൾ ഒഴുകുന്ന DJകൾ ആയും അത് പരന്നു കിടക്കുന്നു. ആരെങ്കിലും വിചാരിച്ചാൽ ഇതെല്ലാം ശരിയാക്കാം എന്ന് കരുതിയാൽ അവിടെ തെറ്റി. ഒരാളെ കൊണ്ടും ഒന്നും കഴിയില്ല. കാരണം അത്രയ്ക്ക് ആഴമേറിക്കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വേരുകൾ. നേരത്തെ ഈ മൂന്നാറിനടുത്ത് ഞാനത് 1-2 വർഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂന്നാറിനടുത്ത് ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലം, നെടുങ്കണ്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ മലയാള സിനിമയിലെ ചില മാന്യന്മാർ, ഈ പുതുതലമുറയിൽപ്പെട്ട കുറേ മാന്യന്മാരും മാന്യ മഹതികളും ഇവരെല്ലാം കൂടി ആഴ്ചകളിൽ 1-2 ആഴ്ച കൂടുമ്പോൾ 1-2 ദിവസം അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കും. റോവ് പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. ഈ റോവ് പാർട്ടിയിൽ 8, 10, 12 പേര് അഴിഞ്ഞാടുക തന്നെയായിരുന്നു പല ദിവസങ്ങളിലും. എത്രയോ മാസങ്ങൾ, എത്രയോ ദിവസങ്ങളിൽ ഈ വീടുകൾ വാടകയ്ക്കെടുക്കുന്നു, അവിടെ പോയി ലഹരി ഉപയോഗിക്കുന്നു. ഈ ലഹരി അത് വെറും ഈ കഞ്ചാവൊന്നും അല്ല കേട്ടോ, അത് കഞ്ചാവൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കഞ്ചാവെന്ന് പറഞ്ഞ് കഞ്ചാവിനെ അധിക്ഷേപിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ ഈ MDMAയുടെയും സ്റ്റാമ്പിൻ്റെയും അതേപോലെ തന്നെ ഹഷീഷിൻ്റെയൊക്കെ പുറയിലാണിപ്പോൾ. അവിടെ ഇതൊക്കെ അടിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് അവിടുന്ന് പല സിനിമകളുടെയും ഷൂട്ടിംഗ് ആ സമയത്ത് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ ആ സമയത്ത് ഞാനിത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നടക്കുന്നു. ഇത് അന്വേഷിച്ചു പോയ ഒരാളാണ് ഞാൻ. അവിടെ ചെന്നെത്തിയപ്പോഴാണ് അറിയുന്നത് ഇവരവിടുന്ന് തലേദിവസം തന്നെ സ്ഥലം വിട്ടു. അതുപോലെ ഒരു മകരവിളക്കിൻ്റെ 4 വർഷത്തിന് മുമ്പ് ഒരു മകരവിളക്കിൻ്റെ തലേ ദിവസം വാഗമണിലെ റിസോർട്ടിൽ രഹിന ഫാത്തിമ എന്ന് പറയുന്ന മോഡൽ ഉൾപ്പെടെ 6-7 മോഡലുകളും അതേപോലെ 10-12 സിനിമാക്കാരും അടങ്ങുന്ന 60ഓളം വരുന്ന ആളുകൾ അവിടെ തുണിയും മണിയൊന്നുമില്ലാതെ ഡാൻസ് ചെയ്തു ഒരു റിസോർട്ടിൽ. ഈ ലഹരി പാർട്ടിയായിരുന്നു അവിടെയും. മകരവിളക്കിൻ്റെ ആരും പരിശോധിക്കില്ലല്ലോ. അവസാനം ആരോ വിളിച്ചു പറഞ്ഞ് എക്സൈസുകാർ അവിടെ ചെന്നപ്പോൾ ഒറ്റ സിനിമാക്കാരനെയും കിട്ടിയില്ല, മോഡലുകളെയും കിട്ടിയില്ല, എല്ലാം പോയി. കിട്ടിയതോ അവിടുത്തെ ഹോട്ടലിലെ കുറേ ജീവനക്കാരെയും ഉടക്കോ ചില ആളുകളെയും മാത്രം അറസ്റ്റ് ചെയ്തു. ആ കേസ് അവിടെ പോയി. എവിടെയാണ് ആ കേസ് പോയത്? ഇല്ല, കോടിക്കണക്കിന് രൂപയുടെ ലഹരി കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലത്ത് പിടിച്ചതിൻ്റെ തെളിവുകളുണ്ട്. അതേപോലെ ഫോർട്ട് കൊച്ചിയിലെ സൂപ്പർ 8 ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിനകത്ത് ലഹരി വിൽക്കുന്നു എന്നൊരു തോന്നൽ പറച്ചിലുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എറണാകുളത്ത് കാന്താരി ഹോട്ടലിൽ ലഹരി വിൽക്കുന്നു എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നല്ലോ, പോലീസ് അന്വേഷിച്ചല്ലോ, ബോട്ടിൽ വെച്ച് ലഹരി പിടിച്ചല്ലോ. ഈ കേസുകളൊക്കെ എവിടെ പോയി? ഈ കേസുകളൊന്നും വെളി വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഉറവിടം തേടി പോലീസ് പോകുന്നില്ലേ, അല്ലെ എക്സൈസ് പോകുന്നില്ലേ? അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ പോലീസും എക്സൈസും പോകുമ്പോൾ അവരെ ഇത് ഒറ്റ കൊടുക്കുന്നത് ആരാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ. അതുകൊണ്ട് വളരെ സുശക്തമായ ഒരു തീരുമാനം ഇതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഇത് ഇനിയും ഇങ്ങനെ തന്നെ പോകാനേ സാധ്യതയുള്ളൂ. 100 കണക്കിന് ആളുകളാണ് അഭിനയം പഠിച്ചും അല്ലാതെയും പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കേസുകളിൽ അകപ്പെടുന്ന ഈ നടീനടന്മാരെ തന്നെ വെച്ച് സിനിമ ചെയ്യണം എന്ന നിർബന്ധം എന്തിനാണ്?
കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഇത്തരം നായികമാരെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? മദ്യവും ലഹരിയും പെണ്ണും നിറഞ്ഞ കേസുകളിലെ ആളുകളെ സിനിമാ ഫീൽഡ് പുറത്താക്കണം. അവർക്കൊന്നും അഭിനയിക്കാൻ ഒരു ചാൻസും കൊടുക്കരുത്. എല്ലാം കൈവിട്ടു പോയെങ്കിലും കുറച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നത് ശ്രമിച്ചു നോക്കേണ്ടതാണ്. വലിയ ബിഗ് ബജറ്റ് സിനിമകളല്ല നമുക്ക് ആവശ്യം. എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് കാണാൻ കഴിയുന്ന നല്ല സിനിമകളാണ് മലയാളത്തിന് ആവശ്യം. അത് സംഭവിക്കട്ടെ.